Hello, my dearest learning buds. I hope all of you are doing amazing there. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുന്നുണ്ടെന്നറിയാം, വായിക്കുന്നുണ്ടെന്നറിയാം, വീഡിയോസ് കാണുന്നുണ്ടെന്നറിയാം. ഒരുപാട് സന്തോഷം. വെരി ഗുഡ് കീപ് ഗോയിങ്. നൗ ഞാനിവിടെ എത്തിയിരിക്കുന്നത് റാറ്റ് ട്രാപ്പുമായിട്ടാണ്. എല്ലാവർക്കും ഹാപ്പി ആയല്ലോ. എനിക്കറിയാം ഒരുപാടായി നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ വളരെ ലേറ്റായി ഇതിടാൻ വേണ്ടിയിട്ട്. ഐ എം സോ സോറി ഫോർ ദാറ്റ്. എനിഹൗ ടുഡേ we're going to enjoy the story Rat Trap. So let me welcome you all to our classroom to enjoy the lesson Rat Trap. So here we have a paragraph about the author. You have to read it. Before entering to the class, just one question. നിങ്ങൾ റാറ്റ് ട്രാപ്പ് കണ്ടിട്ടുണ്ടോ? എലിക്കണി കണ്ടിട്ടുണ്ടോ? എലിക്കണി ഇപ്പോഴൊന്നും കാണാൻ കിട്ടില്ല. ഇപ്പോഴത്തെ വീടുകൾ എലിക്കണിയൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ? ഇപ്പോഴത്തെ വീട് എന്നൊക്കെ പറയുമ്പം ഇപ്പോൾ ഓൾമോസ്റ്റ് വീടുകളിലും ഇല്ല. ഒക്കെ വാർപ്പ് വീടും കാര്യങ്ങളൊക്കെയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട് വീടുകളായിരിക്കും, ഓട് കൊണ്ട് ഉണ്ടാക്കിയ വീടുകളായിരിക്കും. അവിടെ നല്ല എലികളുടെ ശല്യം ഉണ്ടാവും. അപ്പോൾ എല്ലാ വീടുകളിലും ഒരു എലിക്കണി ഉണ്ടാവും, അത് ഉറപ്പാണ്. ഈ എലികളെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ രാത്രിയാകുമ്പോൾ ഈ എലിക്കണി പറയുന്ന ഒരു കൂട് പോലെ ചെറിയൊരു സംഭവമാണ്. അതിനകത്ത് എന്തെങ്കിലും പീസ് ഓഫ് ഫുഡിൻ്റെ സംഭവം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഈ ഫുഡ് എടുക്കാൻ വേണ്ടി വരും. ഇതെടുക്കാൻ വേണ്ടി ഇതിനകത്തേക്ക് കടന്ന് അതുമ്പോൾ ബയറ്റുമ്പോഴത്തേക്കും ഇത് ക്ലോസ് ആവും. അങ്ങനെ ആ എലിയുടെ കാര്യം അന്നത്തെ കഴിഞ്ഞു. പിറ്റേസ് രാവിലെ എലിക്കണിയിലെ എലിയും കണ്ടു കഴിഞ്ഞാൽ അന്ന് വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമാണ്. ഇനി ഇതിനെ എന്താ ചെയ്യാൻ പോകുമെന്ന് കാണാൻ വേണ്ടി പിന്നാലെ നടക്കാറ്. നല്ല രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എലിക്കണി. സോ നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് എലിക്കണി തന്നെയാണ്. എന്താണ് എലിക്കണിയെ കുറിച്ച് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ലെറ്റ്സ് സീ. എനിഹൗ ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. നല്ല കോമഡിയൊക്കെ ഉള്ള നല്ലൊരു സ്റ്റോറിയാണ്. അതുപോലെ തന്നെ ചിന്തിക്കാനും കൂടിയുള്ള സബ്ജക്റ്റുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് സമയം കളയുന്നില്ല, നേരിട്ട് സ്റ്റോറിയിലേക്ക് കിടക്കാം. സോ വാട്ട് അബൌട്ട് സെൽമ ലെഗ്രോഫ്? അവർ ഓതർ വാസ് എ സ്വീഡിഷ് റൈറ്റർ ഹു സ്റ്റോറീസ് ഹാവ് ബീൻ translated to many languages. Okay, then a universal theme runs through all of them. A belief. What's the theme? A belief that is the essential goodness in a human being can be awakened through understanding and love. ശരിയല്ലേ? അതെ, പരസ്പരം മനസ്സിലാക്കുന്നതിലൂടെയും പരസ്പരം സ്നേഹിക്കുന്നതിലൂടെയുമാണ് എല്ലാ മനുഷ്യരിലുമുള്ള എസെൻഷ്യൽ ഗുഡ്നസ്. വാട്ട്സ് ദറ്റ് ഗുഡ്നസ്? യെസ്, അത് ഹ്യൂമാനിറ്റി. ആ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന സംഭവം പുറത്തേക്ക് വരിക, അത് അവേക്കൺ ആവുക ഇതിലൂടെയാണ് അല്ലേ? അപ്പോൾ അത് ഒരു ഹ്യൂമാനിറ്റി ഒരാളിൽ ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരുടെയും കൂടി ഉത്തരവാദിത്തമാണ്. നമുക്ക് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ഒരാളുടെ സംടൈംസ് മേ ബി കുറച്ച് റഫാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അർഗൻ പേഴ്സൺ ആണെങ്കിൽ യു ക്യാൻ മേക്ക് എ ചേഞ്ച് ഓൺ ഹിം. എങ്ങനെ? പരസ്പരം ആ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ലവ് ദ വൺ യു ആർ ഷെയറിങ് ടു ഹിം. അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എന്താണോ എറിയുന്നത് അതേ നിങ്ങൾ തിരിച്ചു വരുള്ളൂ. നിങ്ങൾ ഇവിടുന്ന് പൂവെറിഞ്ഞാൽ പൂവ് തിരിച്ചു വരും, കല്ലെറിഞ്ഞാൽ കല്ല് തിരിച്ചു വരും അല്ലേ? അപ്പോൾ ഇറ്റ്സ് വെരി ഈസി. നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാരെ തന്നെ നമുക്ക് ഈസി ആയിട്ട് അവരായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുമല്ല, എങ്ങനെ അവരെ സുത്താക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ടിപ്പ് അല്ലെങ്കിൽ ഐഡിയ എന്ന് പറഞ്ഞത് നമ്മളതുപോലെ ആയാൽ മതി. അപ്പോൾ തിരിച്ച് നമുക്ക് കിട്ടുന്ന റിസൾട്ട് അതുപോലെ ആയിരിക്കും. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഈസി. ഒരു പേടി മേടിക്കാല്ലേ. എപ്പോഴും എൻ്റെ അടുത്ത് കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മിസ്സേ എങ്ങനെ ഇപ്പം എന്താ പറയുക, നമ്മളിപ്പോൾ രാത്രി വർക്ക് ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്, ജോലിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കംഫർട്ടബിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. സോ ഹൗ വി മേക്ക് ദ കംഫർട്ടബിലിറ്റി? നമുക്ക് ഒരിക്കലും മോശം പിടിക്കാൻ പറ്റില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ 100% പെർഫെക്റ്റ് ആയ ആൾക്കാരുടെ കൂടെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റും. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. വി ഡോണ്ട് നോ. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് വെരി ഈസി ഹൗ വി ആർ ബിഹേവിങ്. ലൈക്ക് അവർക്കൊരു ഐഡിയ കിട്ടും നമ്മൾ എങ്ങനത്തെ ആളാണെന്ന്. സോ അതുപോലെ ഇരിക്കും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഓരോ കാര്യങ്ങളും. സോ ഇറ്റ്സ് വെരി ഈസി. നൗ വെൽക്കം ബാക്ക് ടു ദ ട്രാപ്പ്. ഓക്കെ, നമുക്ക് വായിക്കാം. സോ നമ്മുടെ കഥ ഇവിടെ നടക്കുന്നത് സ്വീഡനിലാണ്. സ്വീഡനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പിന്നെ ഈ റിച്ച് ഇൻ അയൺ, അപ്പോൾ ഖനികൾ, അവിടെ അയണുകളൊക്കെ എന്താ പറയുക ഖനനം ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ഇറ്റ്സ് വെരി വെൽ നോൺ ഫോർ ദാറ്റ് വൺ ബൈ ദ വേ. സോ ഈ സ്റ്റോറി പറഞ്ഞിരിക്കുന്നത് ഒരു ഫെയറി ടെയിൽ മോഡലാണ്. ഫെയറി ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പറയുക, മുത്തശ്ശിക്കഥ അല്ലേ? അപ്പോൾ നമ്മുടെ കുഞ്ഞു കഥ കേൾക്കുന്ന മൂഡിലാണ് നമ്മൾ ഈ കഥ മനസ്സിലാക്കാൻ പോകുന്നത്. ബട്ട് വി ഹാവ് ടു ലുക്ക് very deeply what this is rat trap and what the point in for thinking about it. വെറും ഒരു റാറ്റ് എലിക്കണി ഈ +2 പഠിക്കുന്ന കുട്ടികളോട് പഠിക്കേണ്ട കാര്യം എന്താണ്? Yes, there is a point. So let's check out what's the point. Once upon a time there was a man who went around selling small rat trap for fire. He made them himself at odd moments. From the material he got by begging in the stores or at the big farms. But even so, the business was not especially profitable, so he had to resort
to both begging and petty thievery to keep body and soul together. Even so, his clothes were in rags, his cheeks were sunken, and hunger gleamed in his eyes. So, first paragraph gives us an idea about the main character, a man, a rat trap seller. ഒരു rat trap seller ആണ് നമ്മുടെ ഹീറോ. ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു റാറ്റ് ട്രാപ്പ് വിൽക്കലാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ റാറ്റ് ട്രാപ്പ് എന്ന് പറയുന്നത് ഇയാൾ സ്വയം ഉണ്ടാക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ അടുത്തടുത്തുള്ള ഫാമുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രീ ടൈമിൽ റാറ്റ് ട്രാപ്പ് ഉണ്ടാക്കുന്നു, അത് കൊണ്ടുപോയി വിൽക്കുന്നു. അങ്ങനെ ജീവിത മാർഗം നോക്കുന്ന ഒരാളാണ് നമ്മുടെ നായകൻ. ബട്ട് ഈ ഒരു റാറ്റ് ട്രാപ്പ് ആളുടെ ഈ കൊച്ചു ബിസിനസ് ഇസ് നോട്ട് ഇനഫ് ടു മേക്ക് ഹിസ് വർക്ക് ആൻഡ് ടുഗെദർ. മീൻസ് ഈ ഒരു റാറ്റ് ട്രാപ്പ് വിൽക്കുക എന്ന് പറയുന്ന ഈ ജോലി അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ജീവിക്കാനുള്ള ഒന്നും കിട്ടുന്നില്ല. മീൻസ് ദ ബിസിനസ് ഇസ് നോട്ട് ഗോയിങ് വെൽ, നോ. സോ ആളുടെ പരിപാടി എന്താണ്? ചെറിയൊരു തരികിടക്കാരനാണ്. ചെറിയ കളവും മോഷണവും ബെഗിങ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുക. കുഞ്ഞു തീവറീസ് ഒക്കെ ചെറിയ കള്ളത്തരങ്ങൾ, പോക്കറ്റടി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ആളാണ് നമ്മുടെ ഹീറോ എന്ന് പറയുന്ന ഈ റാറ്റ് ട്രാപ്പ് സെല്ലർ. ഇനി ഇവിടെ ഹി ഹാഡ് ടു ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് റാറ്റ് ട്രാപ്പിൻ്റെ കച്ചവടം ഉഷാറായിട്ട് നടക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ പരിപാടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ടു കീപ് ബോഡി ആൻഡ് സോൾ ടുഗെദർ. ടു കീപ് ബോഡി ആൻഡ് സോൾ ടുഗെദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഈ നിങ്ങൾ കേട്ട് കാണും, ചിലപ്പോൾ സിനിമയിലെ കേട്ട് കാണും, എത്ര കഷ്ടപ്പെട്ടിട്ട് രണ്ട് തലയും കൂട്ടിയെത്തിക്കാൻ പറ്റുന്നില്ല. ദാറ്റ് മീൻസ് നമുക്ക് നമ്മുടെ ജീവിതം പിന്നെ പ്രോപ്പർ പോയി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ജീവിക്കാനുള്ളത് കിട്ടുന്നില്ല, അതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അതിന് വേണ്ടി കഷ്ടപ്പെടുക എന്നൊക്കെ പറയില്ല. ഇനി പക്ഷെ ആളുടെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് തന്നെ, ഹിസ് ക്ലോത്ത്സ് വർ ഇൻ റാക്സ്, മീൻസ് കീറി പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇട്ട്, ഹിസ് ചീക്സ് വർ സങ്കൺ ആൻഡ് ഹിസ് ഹങ്കർ ഗ്ലീംഡ് ഇൻ ഹിസ് ഐസ്. മീൻസ് ഒറ്റ ലുക്കിൽ തന്നെ കാണാൻ നമ്മൾ ചിലപ്പോൾ കണ്ടു കാണും സ്ട്രീറ്റിലൊക്കെ അങ്ങനത്തെ ആൾക്കാരെ, ഒരു മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് ആ കണ്ണിൽ അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട്, അദ്ദേഹത്തിൻ്റെ വിശപ്പ്, ദാരിദ്ര്യം നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു ഫിഗറുള്ള ഒരു ആളാണ് നമ്മുടെ ഈ റാറ്റ് ട്രാപ്പ് സെല്ലർ. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ, ഒരു പിക്ചർ മനസ്സിലില്ലേ ഇപ്പോൾ നമ്മുടെ ഹീറോയിനെ കുറിച്ചിട്ട്. ഓക്കെ, നൗ നോ വൺ ക്യാൻ ഇമാജിൻ ഹൗ സാഡ് ആൻഡ് മോണോട്ടണസ് ലൈഫ് ക്യാൻ അപ്പിയർ ടു സച്ച് എ വെഗബോണ്ട്. വെഗബോണ്ട് മീൻസ് പ്രത്യേകിച്ച് പണിയും തൊഴിലൊന്നുമില്ലാതെ അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല, അവരെയാണ് നമ്മൾ വെഗബോണ്ട് എന്ന് പറയുക. നോ വൺ ക്യാൻ ഇമാജിൻ ഹൗ സാഡ് ആൻഡ് മോണോട്ടണസ് ലൈഫ് ക്യാൻ അപ്പിയർ ടു സച്ച് എ വെഗബോണ്ട്. ഓഫ് കോഴ്സ്, അതായത് ആരുമില്ല, ഒറ്റത്തടി, മീൻസ് റിലേറ്റീവ്സ് ഇല്ല, ആരുമില്ല, ജോലിയും കാര്യമായിട്ടില്ല, ബിസിനസ്സില്ല, കാശില്ല, ഒന്നുമില്ലാതല്ല അലച്ചലായിട്ട് നടക്കുന്ന ഒരാളുടെ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ഏകാന്തത, ആ ഏകാന്തതയുടെ ബോറിങ് എത്രമാണെന്ന് ആർക്കും ഇമാജിൻ ചെയ്യില്ല, അത് അനുഭവിച്ചവർക്കും അത്ര പറ്റില്ല. ഇറ്റ്സ് എക്സാക്ട്ലി ട്രൂ, ഞാനും അംഗീകരിക്കുന്നു അല്ലേ. നമുക്ക് പരാതികൾ പറയുവാനും നമ്മുടെ പരാതികൾ കേൾക്കുവാനും ആരുമില്ലാത്ത ഒരാൾ, പ്രത്യേകിച്ച് ജോലിയില്ല, കാശില്ല, ജീവിക്കാൻ യാതൊരു മാർഗവുമില്ല. എന്നാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്കില്ല, വിശപ്പുണ്ടായിരിക്കും, ദാഹമുണ്ടായിരിക്കും, എല്ലാം പ്രാഥമികമായ ആവശ്യങ്ങളും നടന്നു പോകേണ്ടതുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ മനോവേദന, ഒറ്റപ്പെടൽ, അതിൻ്റെ ദുഃഖം, കാഠിന്യം, അത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്, അത് അനുഭവിക്കുക തന്നെ വേണം. Now, in this time, who plods along the road left his own meditations. അപ്പോൾ നമ്മുടെ ആൾ ഇങ്ങനെ നടക്കുകയാണ്, ലെഫ്റ്റ് ഹിസ് ഓൺ മെഡിറ്റേഷൻസ് മീൻസ് ഹിയർ ഇങ്ങനെ റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്, വാണ്ടറിങ് ആണ്. ഓക്കെ, അപ്പം മൂപ്പരാൾ ഇങ്ങനെ ഒരു അലസമായ രീതിയിൽ ഇങ്ങനെ റോഡിലൂടെ നടക്കുകയാണ്. along the road, he's wandering along the road, just having plods means walking, അതായത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട്, മറ്റുള്ളവരുടെ സിമ്പതിയൊക്കെ ഇച്ചിരി കിട്ടിക്കോട്ടെ വെച്ചിട്ടൊക്കെ അങ്ങനെ നടന്നു പോവുകയാണ്. ആ ഒരു വിശപ്പൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇങ്ങനെ നടന്നു പോവുകയാണ്. ഓൾവേസ് ഈസ് ഇൻ സം തോട്ട്സ്, which really seemed to him, but one day this man had fallen into a line of thought which really seemed to him entertaining. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എപ്പോഴും ഇദ്ദേഹത്തിനൊരു ഈ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ നടക്കുന്നൊരു ശീലമുണ്ട്. അപ്പോൾ ഒരു ദിവസം he fell into a line of thought, മീൻസ് ഒരു പെർട്ടിക്കുലർ പോയിന്റ് അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുടുങ്ങി. കുറേ ചിന്തകൾ ഓരോന്നിങ്ങനെ ആലോചിച്ച് നടക്കുന്ന ഒരാളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ്, ഹി സ്റ്റക്ക് വിത്ത് എ പെർട്ടിക്കുലർ പോയിന്റ്, ആൻഡ് ആ പോയിന്റ് അദ്ദേഹത്തിനൊരു എൻ്റർടൈനിങ് പോലെ ആസ്വദിക്കാൻ പറ്റുന്നുമുണ്ട്. സോ വാട്ട്സ് ദാറ്റ്? He had naturally been thinking of his rat traps when suddenly he was struck by the idea that the whole world about him, the whole world with its lands and seas, its cities, villages,
was nothing but a big trap. So what was the idea that stuck on his mind while he was wandering along the road? റോഡിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്റ്റക്ക് ചെയ്ത ഐഡിയ എന്തായിരുന്നു? യെസ്, ഹി വാസ് തിങ്കിങ്, ഓക്കെ ഐ എം എ പേഴ്സൺ ദോസ് സെല്ലിങ് ദിസ് rat trap, ബട്ട് ഫോർ മീ, എന്നെ സംബന്ധിച്ചിടത്തോളം ദ എൻറ്റയർ വേൾഡ്, ഇൻക്ലൂഡിങ് ഇറ്റ്സ് ബ്യൂട്ടി, ഇറ്റ്സ് സീസ്, വില്ലേജസ്, വാട്ട് എവർ, എവറിത്തിങ് ഈസ് ഇറ്റ്സ് എ ബിഗ് റാറ്റ് ട്രാപ്പ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം തന്നെ ഒരു ബിഗ് റാറ്റ് ട്രാപ്പാണ്. എൻ്റെ കയ്യിലൊരു റാറ്റ് ട്രാപ്പുണ്ട്, ഇതുപോലത്തെ ഒരു ബിഗ് ജയൻറ്റ് റാറ്റ് ട്രാപ്പാണ് ഈ വേൾഡ് എന്ന് പറയുന്നത്, ഈ ലോകം എന്നത്. വേൾഡ് ഇറ്റ് സെൽഫ് ഇസ് എ ബിഗ് റാറ്റ് ട്രാപ്പ്. യെസ്, അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്റ്റക്ക് ചെയ്ത ഐഡിയ. It had never existed for any other purpose than to set baits for people. So here again he's saying, what is the purpose of existing for this world is എന്താണ്? യെസ്, ആ വേൾഡിലെ പീപ്പിൾ, അതായത് നമ്മളെ ബെയ്റ്റ്സ് മീൻസ് ഈ റാറ്റ് ട്രാപ്പിൽ വെച്ച് കൊടുക്കുന്ന ഫുഡ് ഐറ്റംസ്, നമുക്കിവിടെ ഇര എന്ന് വേണമെങ്കിൽ പറയാം, അതായത് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വാട്ട് എവർ, ഓൾ ആർ ബെയ്റ്റ്സ്. അപ്പം എക്സിസ്റ്റഡ് ഫോർ എനി അതർ പർപ്പസ് ദാൻ ടു സെറ്റ് ബെയ്റ്റ്സ് ഫോർ ഹിസ് പീപ്പിൾ. ഈ ഇറ്റ്സ് പീപ്പിൾ മീൻസ് ഈ വേൾഡിലെ ജനങ്ങൾക്ക് ബെയ്റ്റ്സ് കൊടുക്കുക, അതായത് അവരെ ഇര ഇട്ട് കൊടുത്ത് ട്രാപ്പ് ചെയ്യുക എന്ന ഒരു പർപ്പസ് മാത്രമേ ഈ വേൾഡിനുള്ളൂ എന്നാണ് നമ്മുടെ റാറ്റ് ട്രാപ്പ് സെല്ലറിൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത്. അതാണ് അദ്ദേഹത്തെ ചിന്തിക്കുന്നതും അദ്ദേഹത്തിൽ ഹാങ് ചെയ്ത് കിടക്കുന്ന ആ ചിന്ത എന്ന് പറയുന്നത്, തോട്ട്. It had never existed for any other purpose than to set baits for his people. Got it? Okay. Now, it offered riches and joys, shelter and food, heat and clothing, exactly as the rat trap offered cheese and power as soon as anyone let himself be tempted to touch that bait. It closed on him, and then everything came to an end. Very easily he ended up it. സോ എന്താ പറയുന്നത്? ഈ വേൾഡിൽ കാണുന്ന ജോയ്, ഈ വേൾഡിൽ കാണുന്ന റിച്ച്നെസ്, ലഗ്ജറീസ്, beauty, whatever you can see in this materialistic world, all are based for the people of the വേൾഡ്. ഓക്കെ, അദ്ദേഹം പറഞ്ഞത് എന്താണ്? യെസ്, ഈ വേൾഡിൽ കാണുന്ന ലക്ഷറി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന പ്ലഷർ, നിങ്ങൾക്ക് കിട്ടുന്ന ജോയ്നെസ്, നിങ്ങൾ എന്തെല്ലാം ഈ വേൾഡിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്, വാട്ട് എവർ യു ആർ ടെംപ്റ്റിംഗ് ടു ഗെറ്റ്, നിങ്ങൾക്ക് കിട്ടണം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം ബെയ്റ്റ്സ് ആണ്. ഈ ലോകം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്ന ബെയ്റ്റ്സ് ആണ്, നിങ്ങളെ കൊടുക്കാൻ വേണ്ടി കാണിച്ചു തരുന്ന ബെയ്റ്റ്സ് ആണ് ഇതെല്ലാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എടുത്ത് ചാടി അതിനു വേണ്ടി മെനക്കെടും. അവസാനം when we about the baits, it will trap us, the world will trap you. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. എന്ത് ചെയ്യും? അത് സെയിം ലൈക്ക് ദ റാറ്റ് ട്രാപ്പ് ദാറ്റ് ഐ ഹാവ് വിത്ത് മീ. എൻ്റെ കയ്യിലുള്ള ഈ റാറ്റ് ട്രാപ്പ് പോലെ ഞാൻ ഇതിലൊരു ബെയ്റ്റ് വെച്ച് കൊടുക്കുന്നു, ഞാൻ ചീസോ അല്ലെങ്കിൽ പോക്കിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ വാട്ട് എവർ ഒരു ഫുഡ് ഐറ്റം ഞാൻ വെച്ച് കൊടുക്കുന്നു. റാറ്റ് എന്ത് ചെയ്യുന്നു? അത് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ചെല്ലുന്നു, ട്രാപ്പ് ചെയ്യുന്നു. സെയിം ലൈക്ക് ഇതുപോലെ തന്നെയാണ് ഈ വേൾഡും ചെയ്യുന്നത് മനുഷ്യന്മാരോട് എന്നാണ് നമ്മുടെ നായകനായ ഹീറോ ആയ റാറ്റ് ട്രാപ്പ് സെല്ലർ പറയുന്നത്. അവസാനം അത് റാറ്റ് ട്രാപ്പ്, അപ്പോൾ ആ വേൾഡിൽ നമ്മൾ ട്രാപ്പായി കഴിഞ്ഞാൽ തീർന്നു. The end. The world had, of course, never been very kind to him, so it gave him unwanted joy to think ill of it in this way. So of course നമ്മളിത് എന്താ പറയുക, ഇപ്പം നിങ്ങളിത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കുന്നത് അല്ലേ? എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുമോ? ഓർ മൈ ക്വസ്റ്റ്യൻ ഇസ്, ആർ യു അഗ്രീയിങ് വിത്ത് ഹിം? നിങ്ങൾ അവരോട് അഗ്രി ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ വേൾഡ് ഒരു റാറ്റ് ട്രാപ്പാണോ? അല്ല, ഇറ്റ്സ് ഡിഫറെൻറ്റ്. അതായത് ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഓരോ അഭിപ്രായങ്ങളും വരുന്നത് അല്ലേ? എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഇതാണ് വേൾഡ്, നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ഇതാണ്, എൻ്റെ കാഴ്ചപ്പാട് ഇതാണ് വേൾഡ്, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മറ്റൊരു ഡെഫിനിഷൻ ആയിരിക്കും വേൾഡ്, ഇയാളുടെ കാഴ്ചപ്പാടിൽ ഇതാണ് അയാളുടെ വേൾഡ്. റാറ്റ് ട്രാപ്പ്, വേൾഡ് എന്ന് പറയുന്നത് റാറ്റ് ട്രാപ്പാണ്. സോ വൈ? അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചിന്തിച്ചത്? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. സോ വാട്ട് വിൽ ബി ദ ആൻസർ? ബിക്കോസ് ദ വേൾഡ് ഹാഡ് ഓഫ് കോഴ്സ് നെവർ ബീൻ വെരി കൈൻഡ് ടു ഹിം. ഈ മനുഷ്യനോട്, അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ആരുമില്ല, അനാഥനാണ്, ഒറ്റയ്ക്കാണ്, മാത്രമല്ല വിശപ്പ്, ദാരിദ്ര്യം, പിന്നെ ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ തിരിച്ചുമ്പോൾ അതിൽ യാതൊരു സക്സസ്സും ഇല്ല. അപ്പോൾ ഏതൊരു ഭാഗത്തുനിന്നും അറ്റ് എനി ആംഗിൾ ഓഫ് ദ വേൾഡ് never been kind to this man.
ഈ വേൾഡ് എന്ന് പറയുന്നത്, ഈ ലോകം എന്ന് പറയുന്നത് ഇയാളോട് യാതൊരുവിധ ദയമില്ല, അല്ലെങ്കിൽ എവിടുന്നും യാതൊരുവിധ നമ്മൾ ആദ്യമേ പറഞ്ഞ ഒരു ലവോ ഒരു കെയറിങ്, ഒരു കമ്പാഷൻ ഇയാൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇയാളുടെ ഡെഫിനിഷൻ ഇങ്ങനെയായത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ചിന്തിച്ചത്. പകരം എന്താണ് അദ്ദേഹത്തിന് കിട്ടിയത്, അല്ലെങ്കിൽ എന്താണ് ഈ ലോകം അവന് തിരിച്ചു കൊടുത്തത്? ഇറ്റ് ഗേവ് ഹിം അൺവാണ്ടഡ് ജോയ് ടു തിങ്ക് ഇൽ ഐഎസ്. അതായത് അൺവാണ്ടഡ് ജോയ് മീൻസ് ലൈക്ക് ഈ ഒരു തോട്ട്. പകരം കിട്ടിയത് എന്താ? ഇപ്പം നമ്മളായാലും ആരും അറിയാത്ത ഒരാൾ ഒരു വെഗാബോണ്ട് നമ്മുടെ അടുത്തേക്ക് വന്ന് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യോ? ഇല്ല, നമ്മളെ ആക്സെപ്റ്റ് ചെയ്യില്ല. നമുക്ക് ഭയമാണ്, നമ്മളെ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം എല്ലാവരേക്കൊന്നും അവഗണനയും റിജക്ഷനും ഒബ്ജക്ഷനും ഒക്കെയാണ് നമ്മുടെ ഈ വെഗാബോണ്ടിന് കിട്ടിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുക. ആൾക്കാർ കുടുങ്ങും. ആൾക്കാർ ഒരു ഐറണിക്കലി ഇപ്പം ഒരാൾ ഒരു റിച്ച് മാനെ കണ്ട കാറുമായിട്ട് നടക്കണം. ഇറ്റ്സ് യുവർ ബൈറ്റ് മൈ ഡിയർ. ആ കാറിൻ്റെ ബെയ്റ്റ്, യു ഹാവ് എ ലക്ഷറി കാർ, ഓക്കെ ദാറ്റ്സ് യുവർ ബെയ്റ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിലൂടെ ഇദ്ദേഹത്തിനൊരു സുഖം കിട്ടുന്നുണ്ട്. മനസ്സിലായോ? അതിലൂടെ അവനക്കൊരു എൻജോയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ബിക്കോസ് ദ വേൾഡ് മേക്ക് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഈ ഒരു എൻറ്റയർ വേൾഡ്, അവൻ്റെ ലോകം അവൻ അങ്ങനെ ആക്കി. അതാണ് സത്യം. It became a cherished pastime of his during many dreary ploddings to think of people he knew who had let themselves be caught in the dangerous snare, and of the others who were still circling around the bait. അപ്പോൾ മൂപ്പരാളുടെ ഒരു ഇതിൽ പറയുകയാണെന്ന് വെച്ചെങ്കിൽ എങ്ങനെയാണെന്ന് അറിയുമോ എൻജോയ്മെൻറ്റ് കിട്ടുന്നത്? ആളിങ്ങനെ ആലോചിക്കണം, ഇന്ന് നീ നാളെ മറ്റൊരുത്തൻ. ഹി നെവർ തോട്ട് അബൌട്ട് ഹിമ. അത് വേറൊരു കാര്യം, വേറൊരു വശം. അപ്പം ഓക്കെ, ഇങ്ങനെ ഓരോ ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങനെ ആലോചിക്കുക, ഇവന് അടുത്ത പണി കിട്ടാൻ പോകുന്നതിനാണ്. വേറെ ആളെ കാണുമ്പോൾ നിനക്ക് നെക്സ്റ്റ് പണി നിനക്കായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ നോക്കുകയും ആലോചിക്കുകയും ചിന്തിക്കുകയും എത്ര ആൾക്കാർ ഈ ഒരു ബെയ്റ്റ്സിന് ചുറ്റും വലയം ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഒരുപാടല്ല, എല്ലാവരും ബിസിയാണ് ടു ഗെറ്റ് സംതിങ് ഫ്രം ദിസ് വേൾഡ്. സോ അവൻ്റെ കാഴ്ചപ്പാടിൽ ദേ ആർ റണ്ണിങ് ഫോർ ടു ഗെറ്റിംഗ് ദ ബെയ്റ്റ്സ്. അതായത് അവർക്ക് അറിയില്ല അത് ബെയ്റ്റാണ്. അവൻ്റെ കാഴ്ചപ്പാടിൽ എലിക്കണയ്ക്ക് ചുറ്റും വലയം വെക്കുന്ന ഒരു സമൂഹത്തെ അവൻ കാണുന്നു. ഈ ബെയ്റ്റ്സിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തെ അവൻ കാണുന്നു. ഇതാണ് അവൻ. അപ്പോൾ അതിൽ നിന്ന് അവനക്കും അതിങ്ങനെ ചിന്തിക്കൽ തന്നെ അവനക്കൊരു എൻജോയ്മെൻ്റ്, ഒരു പാർട്ട് ഓഫ് എൻജോയ്മെൻ്റായി മാറിയിരിക്കുകയാണ്. Now, one dark evening, as he was drudging along the road, he caught sight of little grey cottage by the roadside, and he knocked on the door to ask shelter for the night. Nor was he refused. Instead of sour faces which ordinarily met him, the owner, who was an old man without wife or child, was happy to get someone to talk to his loneliness. അപ്പോൾ ഒരു ദിവസം വൺ ഡാർക്ക് ഈവനിങ്, ഒരു ദിവസം ഈവനിങ് ആയപ്പോഴത്തേക്കും ഒരു ഡോർ നോക്ക് ചെയ്തു. അപ്പോൾ ആ ഡോർ തുറന്നത് ഒരു ഓൾഡ് മാനാണ്. ആക്ച്വലി ആ സമയത്തേക്ക് ഇവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ഇങ്ങനെ റോഡിലൂടെ ഡ്രഡ്ജിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഏഞ്ഞു വലിഞ്ഞ് നടക്കുക. കോഡിങ് മീൻസ് നമ്മൾ കഷ്ടപ്പെട്ട് നടക്കുമ്പോൾ കുറച്ച് വീക്ക്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി പുള്ളി തന്നെ കണ്ടിട്ടില്ല. ചില ആൾക്കാർ നമുക്ക് മറ്റുള്ളവർക്ക് ഒരു ദയ തോന്നിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ നടക്കാം. അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് വല്ല ഇൽനെസ് ഉള്ളത് കൊണ്ട് നടക്കാം. അതിനൊക്കെയാണ് ഈ പോഡിങ് റഡ്ജ് എന്നൊക്കെ പറയുക. ഇനി നമ്മളുടെ റെഡ് ട്രാപ്പ് സെല്ലർ എന്ത് ചെയ്തു? ഒരു കോട്ടേജ് കൊണ്ടു, അവിടെ കയറി ഷെൽട്ടർ ചോദിച്ചു. ശരിക്കും ആക്ച്വലി വെനെവർ ഹീസ് നോക്കിങ് എനി ഡോർ, വാട്ട് ഹീസ് റിസീവിങ് ഈസ് ലൈക്ക് റിജക്ഷൻ. ഓക്കെ, നോ, എങ്ങനെ കേട്ടും ഞാൻ ഇവിടെ ഷെൽട്ടർ ഇല്ല. അതായത് ആരും ഒരു നല്ലൊരു ഫേസോടുകൂടി അവനെ സ്വീകരിച്ചിട്ടില്ല, അവനെ ഷെൽട്ടർ കൊടുത്തിട്ടില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത് തികച്ചും സർപ്രൈസിങ് ആയ ഒരു കാര്യമാണ്. ഒരു ഓൾഡ് മാൻ തുറക്കുന്നു, അവനെ സ്വീകരിക്കുന്നു, അതുപോലെ തന്നെ റിജക്റ്റ് ചെയ്തില്ല, അവർക്ക് ഷെൽട്ടർ കൊടുക്കുന്നു. അപ്പോൾ ബിക്കോസ് എന്താ കാര്യം, ഈ ഓൾഡ് മാനും ഒറ്റക്കാണ്, ആരും ഇല്ല. അപ്പോൾ ഓഫ് കോഴ്സ് അവൻ ഹാപ്പിയാണ് ഒരാളെ കിട്ടാൻ, സംസാരിച്ചിരിക്കാമല്ലോ എന്നുള്ള ഇതിൽ ആ ബോറടി മാറ്റാൻ, ലോൺലിനെസ്, ഏകാന്തത മാറ്റാൻ. Immediately he put the porridge pot on the fire and gave him supper. Then he carved off such a big slice from his tobacco roll that it was enough both for the stranger's pipe and his own. Finally he got out an old pack of cards and played mules with his guest until bedtime. So of course a very amazing treat ആണ് നമ്മുടെ സെല്ലറിന് കിട്ടിയിരിക്കുന്നത്. ഈ ഓൾഡ് മാൻ ഭക്ഷണം കൊടുക്കുന്നു, porridge he cook for dinner, okay, സപ്പർ കൊടുക്കുന്നു. അതുപോലെ തന്നെ
മറ്റേ ടുബാക്കോ, അവർക്കൊരു മറ്റേ സംഭവം വലിക്കുന്ന പരിപാടി അതൊക്കെ ചെയ്യുന്നത്. ടോട്ടലി പറയുകയാണെങ്കിൽ അവർ എൻജോയിങ് ആ ടുഗെദർനെസ് അവർ എൻജോയ് ചെയ്യുന്നു, എല്ലാം ഷെയർ ചെയ്യുന്നു. അത് മാത്രമല്ല പിന്നെ അവർ മ്യോളിസ് മീൻസ് കാർഡ്, ഒരു കൈൻഡ് ഓഫ് കാർഡ് കളി, പിന്നെ കാർഡ് കൊണ്ടുള്ളൊരു കളിയാണ് അത്. യൂറോപ്പിലൊക്കെ നന്നായി കളിക്കാം. നമ്മളതിനെ പ്രൊനൗൺസ് ചെയ്യുക മ്യോളിസ് എന്നാണ്. ഓക്കെ, അങ്ങനെ കളിക്കുക. ദാറ്റ് മീൻസ് അവരുടെ ടുഗെദർനെസ് ആ ഒരു രാത്രി അവർ എൻജോയ് ചെയ്യുന്നു. ആരൊക്കെ? ഈ റാറ്റ് സെല്ലറും ഈ സെല്ലറും നമ്മളുടെ ഓൾഡ് മാൻ, മീൻസ് ഇയാൾക്ക് അഭയം കൊടുത്ത ഓൾഡ് മാനും കൂടിയിട്ട്. The old man was just as generous with his confidences as with his porridge and tobacco. Yes, that means porridge ഷെയർ ചെയ്തു, ടൊബാക്കോ ഷെയർ ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രഹസ്യങ്ങളും ഇവനോട് ഷെയർ ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത ജനറസ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. The guest was informed at once that in his days of prosperity his host had been a crofter at Ramsgate Ironworks and had worked on the land. Now that he was no longer able to do day labor, it was his cow which supported him. Yes, that Bosie was extraordinary. She could give milk for the creamery every day, and last month he had received all of 30 kroner in payment. അപ്പോൾ അവരിങ്ങനെ എല്ലാം ഷെയർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ പാസ്റ്ററൊക്കെ പറഞ്ഞു, ഞാനിങ്ങനെ ഈ എന്താണ് ആ മില്ലിൻ്റെ പേര്, രാംസ്ജോ അയൺ വർക്ക്സ്, അവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ നോ മോർ ഐ കാനോട്ട് വർക്ക്. ഇപ്പോൾ ഒരു പശുവുണ്ട്, അതിൽ നിന്നാണ് വരുമാനം കിട്ടുന്നത്. പശുവാണെങ്കിലോ അമേസിങ് ആണ്, ധാരാളം മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്രീമറി മീൻസ് ഫാക്ടറിയിൽ മിൽക്ക് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിയിലേക്ക് മിൽക്ക് കൊടുക്കാൻ പറ്റുന്നു. ആൻഡ് ഐ ക്യാൻ ഏൺ മണി ലൈക്ക് 30 kroner. ഇപ്പോൾ ലാസ്റ്റ് മന്ത് എനിക്ക് കിട്ടിയത്, ഞാൻ ക്രോണർ മീൻസ് അവിടുത്തെ കറൻസി, അത്രയും പേയ്മെൻ്റ് ഒക്കെ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതൊക്കെ ഓരോരുത്തരും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇതെല്ലാം നമ്മളുടെ റാറ്റ്റോബിനോട് ഇങ്ങനെ വിവരിച്ച് പറയുകയാണ്. മനസ്സിലായോ? യെസ്. ദ സ്ട്രേഞ്ചർ മസ്റ്റ് ഹാവ് സീംഡ് ഇൻക്രെഡിലസ് മീൻസ് അൺബിലീവിങ് മീൻസ് എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇൻക്രെഡുലസ് for the old man got up. The stranger must have seemed incredulous, for the old man got up and went to the window, took down the leather pouch which hung on a nail in the very window frame, and picked out 3 wrinkled 10 kroner bills. These he held up before the eyes of his guest, nodding knowingly, and then stuffed them back into the pouch. ഇവിടെ ഓൾഡ് മാൻ എന്ത് ചെയ്തു? എൻ്റെ കാശൊക്കെ ഈ നമ്മളുടെ ഈ സ്ട്രേഞ്ചർ ആരവിടെ? ഈ റാറ്റ് സെല്ലർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ കാശൊക്കെ എടുക്കുന്നു. അതിൽ നിന്ന് എടുത്തിട്ട് ബാക്കി എടുത്ത് യെസ് ഐ ഹാവ് ദിസ് മച്ച് മണി, ഓക്കെ ലെറ്റ് മീ കീപ് ദെയർ, ഒക്കെ ഒന്ന് ഓൾ സെറ്റ് ചെയ്യുകയാണ് ആൻ്റെ മുമ്പിൽ വെച്ചിട്ട്, റാറ്റ് സെല്ലറിൻ്റെ മുമ്പിൽ വെച്ചിട്ട്. ഓക്കെ, ബിക്കോസ് ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് കാണിക്കുക. ചില ആൾക്കാരുണ്ടല്ലോ, എൻ്റെയൊക്കെ ഇത്ര ഉണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കുന്നതിൽ കിട്ടുന്ന ഒരു സന്തോഷം. ഓക്കെ, അപ്പോൾ അതെല്ലാം കാശൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി ഉറപ്പ് വെച്ചു, തിരിച്ച് അവിടെ തന്നെ വെച്ചു. ദ നെക്സ്റ്റ് ഡേ ബോത്ത് മെൻ ഗോട്ട് അപ്പ് ഇൻ ഗുഡ് സീസൺ. രണ്ടുപേരും വളരെ ഉഷാറായിട്ട് എഴുന്നേറ്റു. ദ നെക്സ്റ്റ് ഡേ മോർണിംഗ് the crofter was in a hurry to milk his cow, and the other man probably thought he should not stay in bed when the head of the house had gotten up. Yes, the other man means നമ്മുടെ സെല്ലർ. അപ്പോൾ the next morning അവിടെ ഇയാൾ എഴുന്നേറ്റു, പശുവിനൊക്കെ കറക്കാനൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ജോലിയിലേക്ക് ഇറങ്ങുകയും, സെല്ലർ വീട്ടുടമസ്ഥ എഴുന്നേറ്റ സ്ഥിതിക്ക് ഞാൻ എഴുന്നേൽക്കേണ്ടതെന്ന് കരുതി മുകളും എഴുന്നേറ്റു. They left the cottage at the same time. The crofter locked the door and put the key in his pocket. The man with the rat trap said goodbye and thank you, and thereupon each went his own way. അങ്ങനെ ഇവർ പരസ്പരം താങ്ക് യു ഒക്കെ പറഞ്ഞു, ബായ് ഒക്കെ പറഞ്ഞു. ക്രോഫ്റ്റർ അദ്ദേഹത്തിൻ്റെ വഴിക്കും പോയി, നമ്മുടെ സെല്ലറിൻ്റെ വഴിക്കും പോയി. But half of an hour later, the rat trap peddler stood again before the door. നെക്സ്റ്റ് സീൻ എന്താണ്? ഹാഫ് ഓഫ് ആൻ അവർ, അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ
സെല്ലർ ഇതേ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എവിടെ? യെസ്, ബട്ട് ഹാഫ് ഓഫ് ആൻ അവർ ലേറ്റർ ദ റാറ്റ് ട്രാപ്പ് പെഡ്ലർ സൂൺ അഗെയിൻ ബിഫോർ ദ ഡോർ. ഡോറിൻ്റെ മുമ്പിൽ ഇതേ നിൽക്കുന്നു നമ്മുടെ റാറ്റ് ട്രാപ്പ് സെല്ലർ. പോയ ആളാണ്. He did not try to get in. However, he only went up to the window, smashed a pane stuck in his hand, and got hold of the pouch with the 30 kroner. He took the money and thrust it into his own pocket. Then he hung the leather pouch very carefully back in its place and went away. What happened? അഭയം കൊടുത്ത ആൾക്കിട്ടൊരു പണി കൊടുത്തു. എന്താ കൊടുത്തത്? യെസ്, ടാറ്റ ബൈ ബൈ പറഞ്ഞ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി. അവിടുന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതേ നിൽക്കുന്നു നമ്മുടെ റാറ്റ് ട്രാപ്പ് സെല്ലർ ഈ വിൻഡോയുടെ മുന്നിൽ, ഡോറിൻ്റെ മുന്നിൽ. ഡോർ തുറന്നില്ല. വളരെ മൈൻഡിനായിട്ട് വിൻഡോയുടെ പോയി ഒന്ന് സ്മാഷ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പാളി തുറന്നു. ആ പൗച്ചങ്ങ് എടുത്തു. അതിൽ 30 kroner എടുത്തു. എൻ്റെ പോക്കറ്റിലും വെച്ചു. പൗച്ച് വളരെ കെയർഫുള്ളായിട്ട് തിരിച്ചും വെച്ചു. ആള് സ്ഥലം കാലിയാക്കി. ഹൗ ഈസ് ഇറ്റ്? നല്ല സെല്ലർ അല്ലേ? ഓക്കെ, now I think we can stop here, guys. We will be continue. Now it's almost half hour. It's fine. Okay, so this is a story which is going on like this. It's interesting story, you know, very interesting story. Okay, now you have to read this much. Okay, ഇത്രയും വരെ ഇത് വായിക്കുക. ആസ് ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങൾ എഴുതുക. എന്താണ് മനസ്സിലായത് അത് എഴുതുക. So we will continue very next day the rest of the portion, and of course indigo. Bye bye, stay tuned.